നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ കൈവച്ച് തടവുക. ആ തടവുന്ന സമയത്ത് 3 തവണ, ഇതാ സ്ക്രീനിൽ ഒരു ദിക്റ് കാണുന്നില്ലേ നിങ്ങൾ, 7 തവണ ഈ ദിക്റും ചൊല്ലുക. ഇത് ദിവസത്തിൽ പല തവണ ആവർത്തിച്ച് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മാറ്റമുണ്ടാകും. സുബഹിക്ക് ശേഷവും മഗ്രിബിന്റെ മുമ്പോ മഗ്രിബിന്റെ ശേഷമോ ആയിട്ട് 3 തവണ ആ ദിക്റ് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലണം. ഏതാ ദിക്ർ? വിശ്വാസിയുടെ ഓരോ ദിവസവും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ ദറജ കൂട്ടാൻ ഉപകരിക്കുന്ന വിധത്തിലാകണമെന്ന താല്പര്യത്തോടെ അതിനാവശ്യമായ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാൻ അനിവാര്യമായ ചില ദിക്റുകളെ കുറിച്ചാണ് നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ഉദയത്തിന് മുമ്പായി നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ അതിപ്രധാനപ്പെട്ട ദിക്റിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. അതൊക്കെ നന്നായി ഉൾക്കൊള്ളാനും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാനും കാരുണ്യക്കടലായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞ ദിക്ർ ചൊല്ലിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ചൊല്ലിയിട്ടില്ലേ? ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? 3 ദിക്റാണ് സുബ്ഹ് നിസ്കാരത്തിന്റെ ദിക്റും ദുആയും കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞത്. അതിൽ 3ാമത്തേത് ഇന്നലെ പറഞ്ഞത് അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈകൻ നുശൂർ. അല്ലാഹു മരണം വരെ ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി ചൊല്ലിപ്പോരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ഒരു ദിക്ർ എന്ന് പറയാൻ നമ്മൾ ഹദ്ദാദിലൊക്കെ സാധാരണ ചൊല്ലാറുള്ള നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ദിക്റാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. അത് 3 തവണ ചൊല്ലണം. ഭയങ്കര ഫലാണ്. ഈ കൂട്ടത്തിൽ പലരും അത് ചൊല്ലി വരുന്നവരുണ്ടാകും. മുമ്പൊക്കെ നമ്മൾ ഈ കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഭാഗമായി മാറണം. സുബ്ഹിക്ക് ശേഷവും മഗ്രിബിന്റെ മുമ്പോ മഗ്രിബിന്റെ ശേഷമോ ആയിട്ട് 3 തവണ ആ ദിക്ർ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലണം. ഏതാ ദിക്ർ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹി, എന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ നാമത്തിലാണ്. എല്ലാം ഇലാഹായ റബ്ബിലേക്ക് തവക്കുലാക്കിയിട്ടാൻ അല്ലാഹുവിന്റെ പേരോടുകൂടെയാണ്. എന്താണ് ആ പേരിന്റെ പ്രത്യേകത? അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. അല്ലാഹുവിന്റെ പേരിലാകുമ്പോൾ എല്ലാം വേണ്ടതുപോലെ റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ടാകുമ്പോൾ ആകാശഭൂമിയിൽ യാതൊരു ഉപദ്രവവും പിന്നെ നമുക്കുണ്ടാവുകയില്ല. നമുക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണമുണ്ടാകും. വഹുവസ് സമീഉൽ അലീം. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്. അവനെല്ലാം അറിയുന്നവനാണ്. സൂക്ഷ്മജ്ഞാനമുള്ളവനാണ്. 3 തവണ സുബ്ഹിക്ക് ശേഷം ചൊല്ലണം. 3 തവണ വൈകുന്നേരവും ചൊല്ലണം. ചൊല്ലിയാൽ എന്താണ് അതിന്റെ ഫലമെന്നറിയണ്ടേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലണേ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 3ാമത്തെ ഖലീഫയല്ലേ?
മുത്തറസൂലിന്റെ മരുമകനല്ലേ? റസൂലുള്ളാഹിന്റെ 2 മക്കളെ വിവാഹം ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു മകളെ വിവാഹം ചെയ്തു, ആ മകൾ വഫാത്തായപ്പോൾ രണ്ടാമത് പിന്നെയും ഒരു മകളെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്നെ റസൂലുള്ളാഹി തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തു. മഹാനായ സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടതാണ്, മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സ്വബാഹി കുല്ലി യൗമിൻ വ മസാഇ കുല്ലി ലൈല, ഒരു അടിമ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അയാൾ ചൊല്ലുന്നു. എന്താ ചൊല്ലുന്നത്? ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം 3 മററാത്ത്. 3 തവണ ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും ഒരു അടിമ ചൊല്ലുക. ഇങ്ങനെ ചൊല്ലിയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അവന് നേരിടുന്നൊരവസ്ഥ വരികയില്ല. അല്ലാഹു അവന് വലിയ സംരക്ഷണം നൽകുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഇതൊക്കെ ഇജാദത്തോടുകൂടെ 100% അതിൽ വിശ്വസിച്ച് നമ്മൾ ചെയ്യേണ്ടത് പ്രകാരം നിത്യമായി ചെയ്താൽ ഈ ദിക്റൊക്കെ നമ്മളെ കൽബിലേക്ക് അലിഞ്ഞു ചേരുന്ന രൂപത്തിലായാൽ അത്ഭുതകരമായ ഫലം അതുകൊണ്ടുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ വെറൊരു കേൾവിയായി മാറരുത്. ഇതൊരു നിസ്സാരമായി നമ്മൾ ഇതിനെ കാണരുത്. ഇത് ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളണം. എല്ലാ ദിവസവും 3 തവണ രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ ചൊല്ലണം. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വിഷം കൊടുത്തിട്ട്, എടോ നിന്റെ റബ്ബും നീ പരിചയപ്പെടുത്തുന്ന റബ്ബും നീ പറയുന്ന ഇസ്ലാമും സത്യമാണെങ്കിൽ ആ റബ്ബിലേക്ക് ഏൽപ്പിച്ച് ഈ വിഷം നീ ഒന്ന് കുടിക്ക്, എന്നിട്ട് നിനക്കൊന്നും സംഭവിക്കില്ലെങ്കിൽ നിന്റെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിക്കാന്ന് പറഞ്ഞപ്പോൾ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഈ ദിക്ർ ചൊല്ലിയിട്ടല്ലേ വിഷം കുടിച്ചത്? ശ്രദ്ധിക്കണം. മജൂസികളിലേക്ക് ഇസ്ലാമിക ദഅവത്തിന് കടന്നുപോയി മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാ, അലാ ഫൽയുബല്ലിഗി ഷാഹിദിൽ ഗായിബ്, ഈ സന്ദേശം കിട്ടിയവരൊക്കെ ഇത് കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ആ വിവരം കിട്ടിയപ്പോൾ പല സഹാബികളും പല നാട്ടിലേക്കും ദീനീ ദഅവത്തുമായി കടന്നുപോയില്ലേ? മഹാനായ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിലൂടെ യൂറോപ്പിലും അക്നസ് ഇബ്നു കൈസ് റളിയല്ലാഹു അൻഹുവിലൂടെ മധ്യേഷ്യയിലും മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിലൂടെ ഇന്ത്യയിലും ഈ പരിശുദ്ധമായ ദീന് പടർന്ന് പന്തലിച്ചത് അങ്ങനെയല്ലേ? മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ദീനീ ദഅവത്തുമായി മജൂസികളിലേക്ക് കടന്നു ചെന്നു. ദീനിനെ പരിചയപ്പെടുത്തി, അള്ളാനെ പരിചയപ്പെടുത്തി. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു അള്ളാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശത്രുക്കൾ എന്ത് ചെയ്തു എന്നറിയോ? അവരൊരുമിച്ച് കൂടി. അവർ അഗ്നി ആരാധകരായിരുന്നു. അവരെ അഗ്നി ആരാധകരാണ്. അവരോട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ഈ അഗ്നിക്ക് ആരാധിക്കരുത്. വെള്ളം കൊണ്ടുപോയി ഒഴിച്ചാൽ ഇത് കെട്ടുപോകില്ലേ മനുഷ്യരെ? ഇതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? വിവരക്കേടല്ലേ? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, അള്ളാഹുവാണ് സർവശക്തൻ. ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഖാലിദ് എങ്കിലൊരു കാര്യം ചെയ്യാം, ഞങ്ങളൊരു കുപ്പി വിഷം കൊണ്ടുവരാം, ആ വിഷം നീ കഴിക്ക്, എന്നിട്ട് നിനക്ക് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നിന്റെ റബ്ബിനെ ഏൽപ്പിച്ച് കഴിച്ചാൽ മതി. എന്നിട്ട് നിനക്കൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും ഈ നീ പറയുന്ന ഈ റബ്ബ് യഥാർത്ഥ റബ്ബാണ്, നീ പരിചയപ്പെടുത്തുന്ന മതം യഥാർത്ഥ മതാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാ വിഷം കൊണ്ടുവരും.
സഹോദരാ ശ്രദ്ധിക്കണം, സഹോദരി ശ്രദ്ധിക്കണം കേട്ടോ. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അവർ വിഷം കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട്, വല്ലാത്ത പരിഭ്രമത്തോടെ ഭയപ്പെട്ട് വസ്ത്രത്തിൽ പൊതിഞ്ഞാണ് അവർ കൊണ്ടുവന്നത്. എന്നാൽ അതങ്ങ് കൊണ്ടുവന്നപ്പോൾ ഫഅഖദഹാ ബിയദിഹി, തന്റെ കൈ കൊണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അതെടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹ്, നിന്റെ അമ്പിയാക്കളെ ദീനീ ദഅവത്തിന് അയച്ചപ്പോൾ അത്ഭുതങ്ങൾ കാണിച്ചു തരൂ എന്ന് ശത്രുക്കൾ അവരോട് പറഞ്ഞപ്പോൾ നിന്നെയും നിന്റെ ദീനിനെയും വാസ്തവമാക്കാനായി പല അത്ഭുതങ്ങളും അമ്പിയാക്കൾക്ക് നീ നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടിതാ വറസത്തുൽ അംബിയാ, ഉലമാക്കളാണല്ലോ അംബിയാക്കളുടെ യഥാർത്ഥ അനന്തരാവകാശികൾ. അതുകൊണ്ട് മുത്തു റസൂലാണ് ദഅവത്തിന് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. ഇവരിതായി വിഷം കുടിക്കാൻ ആവശ്യപ്പെടുന്നു. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് നൽകിയ അല്ലാഹ്, ഇതാ നിന്റെ പേരിൽ ഞാനിത് കഴിക്കുകയാണ്. ബിസ്മില്ലാ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ ചെല്ലുകയാണ്. ആ വിഷക്കുപ്പിയിലുള്ള വിഷം മുഴുവനും കഴിച്ചു. ശത്രുക്കൾ ഇങ്ങനെ കണ്ണ് തള്ളി നോക്കി നിൽക്കാൻ. ഖാലിദ് ഇപ്പോൾ വിഷമേറ്റ് എല്ലാം കഴിഞ്ഞ് മരിച്ചു വീഴുമെന്ന് കരുതി. പക്ഷേ ഫഖാമ സാലിമൻ ബിഇദ്നില്ലാഹ്, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന് യാതൊരു കുഴപ്പവുമില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. അവസാനം ഫഖാലൽ മജൂസു, മജൂസികൾ വിളിച്ചു പറഞ്ഞില്ലേ, ഹാദാ ദീനുൽ ഹഖ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ചിന്തിക്കണം, ഈ ദിക്റിന്റെ ഒക്കെ ഒരു പവർ നിസാരമല്ല. പക്ഷെ അത് നമ്മൾ ഹൃദയത്തിൽ അലിഞ്ഞു ചേരണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇസ്ലാമിക നിയമപ്രകാരം വിഷം കുടിക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചില്ലേ ദീനി ദഅവത്തിന് വേണ്ടി? നമ്മുടെ നാട്ടിലൊക്കെ ഈ കത്തിക്കുത്ത്, കുത്തറാത്തീബ് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കാറുണ്ട്. കുത്തറാത്തീബ് മഹാനായ റിഫായി ഷേഖ് തങ്ങളെയും ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങളിലേക്കുമൊക്കെ ചേർത്ത് അവരെ വിളിച്ച് ചില ആളുകൾ വയറ്റിലേക്ക് കത്തി കൊണ്ട് കുത്തും. പല ആയുധങ്ങളെ കൊണ്ടും ശരീരത്തിൽ മുറിവേൽപ്പിക്കും. അത് അനുവദനീയമാണോ? അത് പാടുണ്ടോ? ഈ കാര്യത്തിൽ പലരും സംശയം ചോദിക്കാറുണ്ട്. പലർക്കും അതിൽ ആശങ്കയുണ്ട്. പലരും ഈ കുത്രാത്തീബ് നടത്താറുമുണ്ട്. എന്നാൽ സ്വാഭാവികമായി സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കുത്രാത്തീബ് അനുവദനീയമാണോ? അല്ലേ? എല്ലാ കുത്രാത്തീബിനെയും നിഷേധിക്കാൻ പറ്റുമോ? പറ്റില്ല. എല്ലാ കുത്രാത്തീബും അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് രണ്ടും ശരിയല്ല. എല്ലാം വിശ്വസിക്കാനും എല്ലാം എതിർക്കാനും പാടില്ല. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടേ അത് അംഗീകരിക്കാൻ പാടുള്ളൂ. ചില മദ്യപാനികൾ പോലും ചില നീർച്ചയിലൊക്കെ പങ്കെടുത്ത് കുത്രാത്തീബ് നടത്തുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നിസ്കരിക്കാത്തവർ, തിന്മയിൽ കഴിഞ്ഞുകൂടുന്നവർ, പല വേണ്ടാത്തരത്തിലും ഏർപ്പെടുന്നവർ, അങ്ങനെയുള്ള ആളുകൾ ചില ഘട്ടങ്ങളിലൊക്കെ ചില കുത്രാത്തീബിലൊക്കെ പങ്കെടുക്കാറുണ്ടല്ലോ. അത് പറ്റുമോ? എന്താണ് ഇതിന്റെ ഹുക്മ്? ഇവിടെ കുത്തറാത്തീബിന്റെ ഹുക്മ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരാണത് നടത്തുന്നതെന്നനുസരിച്ചാണ് അതിന്റെ ഹുക്മ്. അങ്ങനെയാണ്
മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി അന്നഹും മിൻകാനൂ മുസ്തഖീമീന അലശ്ശരിയ ഖായിമീന ബിൽ അവാമിരി താരികീന ലിൽ മനാഹി ആലിമീന ബിൽ ഫറലിൽ ഐനി മിനൽ ഇൽമി ആമിലീന ബിഹി ഫഹുവ മിൻ ഹൈസിൽ കറാമ. അതൊരു കറാമത്തിന്റെ സ്ഥാനത്താകും എപ്പോ? മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെയും റിഫായി ശൈഖ് തങ്ങളുടെയൊക്കെ കറാമത്ത് ഇവരിലൂടെ പ്രത്യക്ഷപ്പെടലായി അത് പരിഗണിക്കും എപ്പോ? ആ ഖുത്റാത്തീം നടത്തുന്ന ആളുകൾ അന്നഹും മിൻകാനൂ മുസ്തഖീമീന അലശ്ശരിയ ശറഇന്റെ എല്ലാ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും പാലിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഖായിമീന ബിൽ അവാമിരി താരികീന ലിൽ മനാഹി അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളൊക്കെ പാലിക്കുന്നവരാണെങ്കിൽ, ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നവരാണെങ്കിൽ, ആലിമീന ബിൽ ഫറലിൽ ഐനി മിനൽ ഇൽമി ഫർള് ഐനായ ഇൽമൊക്കെ അറിയുന്നവരാണെങ്കിൽ, അറിഞ്ഞാൽ മാത്രം പോരാ, ആമിലീന ബിഹി അതൊക്കെ കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ ഫഹുവ മിൻ ഹൈസിൽ കറാമ അതൊരു കറാമത്തിന്റെ സ്ഥാനത്താകും. ആരുടെ കറാമത്ത്? ഈ കുത്തുന്നവരുടെ കറാമത്തല്ല. ഏതൊരു ശൈഖിലേക്ക് വിളിച്ച് ആ ശൈഖിന്റെ പേരിൽ ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് ആ ശൈഖിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തി ആ ശൈഖിലേക്ക് ചേർത്തുകൊണ്ട് ഈ ഖുത്റാത്തീബ് നടത്തുമ്പോൾ അത് ആ ശൈഖിന്റെ കറാമത്ത് ഇവരിലൂടെ പ്രത്യക്ഷപ്പെടലായിരിക്കും. അങ്ങനെ ഒരാളുടെ കറാമത്ത് മറ്റൊരാളിലൂടെ പ്രത്യക്ഷപ്പെട്ടൂടെ? പ്രത്യക്ഷപ്പെടാം, അതിനൊന്നും ശറയിൽ എതിരില്ല. എന്നാൽ ഇല്ല, ഇങ്ങനെയൊന്നുമല്ല. ചെയ്യുന്ന ആളുകൾ ഖുത്റാത്തീബ് നടത്തുന്നവർ പലരും ഫർള് പോലും നിസ്കരിക്കാറില്ല, ഹറാമായ ഭക്ഷണം കഴിക്കുന്നവരാണ്, ദീനിന്റെ നിയമങ്ങൾ പലപ്പോഴും ലംഘിക്കുന്നവരാണ്. എന്നാൽ ഫഹുവ മിൻ ഹൈദിസ് സിഹ്രി അത് സിഹ്റിന്റെ സ്ഥാനത്തായിട്ടാണ് പരിഗണിക്കുക. അത് സിഹ്റിന്റെ സ്ഥാനത്തായിട്ട് പരിഗണിക്കും. എന്തുകൊണ്ട്? ഇതിൽ ഇജ്മാഉ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്. അലാ അന്നൽ കറാമത ലാ തൽഹറു അലാ യദി ഫാസിഖിന് ഒരിക്കലും ഒരു ഫാസിക്കിലൂടെ, ഒരു തമ്മാടിയിലൂടെ, ഒരു നിസ്കരിക്കാത്തവനിലൂടെ, ഒരു വ്യഭിചാരിയിലൂടെ ഒരു വലിയന്റെ കറാമത്ത് ഒരിക്കലും പ്രത്യക്ഷപ്പെടുകയില്ല. وأنها لا تحصل بتعلم أقوال وأعمال ഈ കറാമത്ത് എന്നത് വല്ലതും പഠിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയുമല്ല. അതുകൊണ്ട് നിസ്കരിക്കാത്തവരാണ്, തമ്മാടികളാണ്, തിന്മയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്, ദീനിന്റെ നിയമങ്ങൾക്ക് നിബന്ധനകൾക്ക് പരിഗണന കൊടുക്കാത്തവരാണ് ഈ ഖുത്റാത്തീബ് നടത്തുന്നതെങ്കിൽ അത് സിഹ്റിന്റെ സ്ഥാനത്തായിട്ടാണ് പരിഗണിക്കുക എന്ന് വളരെ കൃത്യമായി മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കൃത്യമായി നിസ്കരിക്കുകയും ദീനിന്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളും ഒക്കെ പാലിച്ച് അള്ളാനെ പേടിക്കുന്ന ഒരു മുത്തഖിയാണ് ചെയ്യുന്നതെങ്കിൽ അത് കറാമത്തിന്റെ സ്ഥാനത്തായിട്ട് പരിഗണിക്കുമെന്നും വളരെ കൃത്യമായി ബിഗ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാം നിഷേധിക്കണ്ട, എല്ലാം അംഗീകരിക്കാനും നിൽക്കണ്ട. നാട്ടിൽ ഓരോ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ അതേക്കുറിച്ച് കൃത്യമായി അറിയുന്നവരോട് അതേക്കുറിച്ച് പഠിച്ചിട്ടല്ലാതെ അതിൻ്റെ പിന്നാലെ പോകരുത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ. അള്ളാഹു നമ്മളെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ചുരുക്കത്തിൽ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു വിഷം കഴിച്ചു. ആ വിഷം കഴിച്ചത് പ്രിയപ്പെട്ടവരെ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മളിൽ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റണം. ബിസ്മി ഭയങ്കരാണ്. ഇപ്പോ ഇന്നും ഇന്നലെയൊക്കെ വിളിച്ചിട്ട് നമ്മളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചതിൽ അനവധി ആളുകൾ കൈകാലുകളുടെ വേദനയെക്കുറിച്ച് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നമ്മളൊന്ന് ആത്മീയ പരിഹാരത്തിലേക്ക് പോയി നോക്കാം.
എന്താണ് ആത്മീയ പരിഹാരം? ശാരീരികമായ വേദനകൾക്ക് വേദന അനുഭവപ്പെടുന്ന സ്ഥലത്ത് കൈവച്ച് തടവിക്കൊണ്ട് 3 തവണ നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 തവണ അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. ആ ദിക്റും ചൊല്ലുക. എങ്ങനെ? നമ്മളുടെ ശരീരത്തിൽ മുട്ടുംകാലിന്റെ വേദന കൊണ്ട് വല്ലാതെ വിഷമിക്കുന്നവരില്ലേ, കൈകാലുകളുടെ വേദന കൊണ്ട് ഊരവേദന കൊണ്ടൊക്കെ നിരന്തരമായി പ്രയാസപ്പെടുന്നവരില്ലേ, ഇന്നും എൻ്റെ അടുത്ത് വന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരു കാര്യത്തിൽ 3 വർഷമായി കാൽമുട്ടിന്റെ വേദന കൊണ്ട് കുടുങ്ങിയിട്ട് മരുന്ന് കുടിച്ചിട്ട് മാറ്റല്ല, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ച കാര്യമുണ്ട്. നിങ്ങൾ ചിന്തിക്ക്, ബിസ്മില്ലാ നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ കൈവച്ച് തടവുക. ആ തടവുന്ന സമയത്ത് 3 തവണ ഇതാ സ്ക്രീനിൽ ഒരു ദിക്ർ കാണുന്നില്ലേ നിങ്ങൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3 തവണ, 7 തവണ അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. 7 തവണ ഈ ദിക്റും ചൊല്ലുക. ഇത് ദിവസത്തിൽ പല തവണ ആവർത്തിച്ച് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മാറ്റമുണ്ടാകും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണിത്. മുഅ്മിനെ ശ്രദ്ധിക്ക, മുഅ്മിനെ. മഹാനായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബായ നബിയുടെ ഹളറത്തിലേക്ക് വന്നു. ഒന്ന് ശ്രദ്ധിക്കണേ, ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടണം. സ്വന്തം ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുക. ഉമ്മാക്ക് കാലിന് വലിയ വേദന, ഉപ്പാക്ക് കാലിന് വലിയ വേദന, അവർക്ക് സ്വന്തം ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെയ്തു നോക്കുക, ചെയ്തു കൊടുക്കുക. മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ അടുത്തേക്ക് ഒരു ദിവസം പ്രയാസപ്പെട്ട് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ കാൽമുട്ട് വേദന കൊണ്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. പലരും പല മരുന്നും പറയും, അതൊക്കെ ചെയ്തു നോക്കി, പക്ഷെ ഒരു മാറ്റം കിട്ടുന്നില്ലല്ലോ നബിയെ. അങ്ങയുടെ കൂടെ ജമാഅത്തിന് വരാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങയുടെ കൂടെ പലപ്പോഴും പല കാര്യങ്ങളിലും സംബന്ധിക്കാൻ വയ്യ. ഈ കാൽമുട്ടിന്റെ വേദന കൊണ്ട് വലിയ വിഷമത്തിലാണ് നബിയെ. അങ്ങയിൽ നിന്ന് ഇതിനൊരു പരിഹാരം എനിക്ക് കിട്ടണം. അങ്ങയിൽ നിന്ന് ഇതിനൊരു പരിഹാരം എനിക്ക് കിട്ടുന്ന വേണം എന്ന് ഉസ്മാൻ ഇബ്നു അബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, ഖുൽ ബിസ്മില്ലാഹി യദക അലല്ലദീ തഅലമു മിൻ ജസദിക. നിന്റെ ശരീരത്തിൽ എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ നീ നിന്റെ കൈവെക്കണം. എന്നിട്ട് ഒഴിഞ്ഞ് ചൂടാക്കണം. ആ ഒഴിയുന്ന സമയത്ത് ചൊല്ലിക്കോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതെത്ര തവണ? ഇതെത്ര തവണ? ഇത് 3 തവണ. അതിനുശേഷം 7 തവണ അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അഊദു ഞാൻ കാവൽ തേടുകയാണ്, ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി അല്ലാഹുവിന്റെ ശക്തി കൊണ്ടും പ്രതാപം കൊണ്ടും ഞാൻ കാവൽ തേടുകയാ, മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അല്ലാ, ഞാൻ ഈ അനുഭവിക്കുന്ന ഭയപ്പെടുന്ന ഈ ഒരു ഷർറുണ്ടല്ലോ, ഈ ഷർറിൽ നിന്ന് അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടും ഇസ്സത്ത് കൊണ്ടും ഞാൻ കാവൽ തേടുന്നു. 7 തവണ ഇതും ചൊല്ലുക. ഇത് ദിവസത്തിൽ ആവർത്തിച്ച് ഇടയ്ക്കിടെ ചെയ്യുക.
ഇങ്ങനെ ചെയ്താൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഉസ്മാൻ ഇബ്നു അബിൽ അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഏതാനും ദിവസങ്ങൾ തുടർച്ചയായി ഞാനങ്ങ് ചെയ്തപ്പോ അൽഹംദുലില്ലാഹ്, സന്തോഷമല്ലോ, എന്റെ രോഗം അല്ലാഹു ശിഫയാക്കി. പിന്നീട് ഇന്ന് വരെ ആ രോഗം എനിക്ക് വന്നിട്ടില്ല. ആര് എന്നോട് കൈകാലുകളുടെ വേദനയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. മുത്തറസൂൽ എന്നോട് പറഞ്ഞതും ഞാനത് ചെയ്തതും എനിക്ക് ശിഫ കിട്ടിയതായി പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഈ ദിക്റൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ മൊബൈലിൽ ഈ പരിപാടി കാണുന്നവർക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് ചൊല്ലാം. ഇൻഷാ അല്ലാഹ് അതൊക്കെ പരിഹാരാണ്, ബിസ്മി പരിഹാരാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ ബിസ്മിയുടെ അതിമഹത്തായ വിശേഷണം ഉൾക്കൊള്ളുന്ന ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർള് വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം, ഇതെല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷവും വൈകുന്നേരവും 3 തവണ നമ്മളുടെ ഈ കുടുംബത്തിൽപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ ചൊല്ലിയിരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ദിക്ർ ഉൾപ്പെടുന്ന ഹദ്ദാദ് റാത്തീബ് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാറുണ്ട്. ഇന്ന് ഹദ്ദാദ് റാത്തീബ് കഴിഞ്ഞ് നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹും യാ സലാമു യാ അല്ലാഹ് എന്ന ദിക്റും ചൊല്ലി നമ്മുടെ എല്ലാ പ്രയാസങ്ങളുടെയും പരിഹാരത്തിനായി നമ്മുടെ റബ്ബിനോട് നമുക്ക് തേടാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പല ആളുകളും പല വിഷയങ്ങളും പറഞ്ഞ് പ്രയാസങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി വരാൻ കഴിയുന്നവരൊക്കെ വന്നും ഫോൺ വിളിച്ച് പറയാൻ പറ്റുന്നവരൊക്കെ അങ്ങനെയും വിളിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രയോ മുഅ്മിനീങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിലുള്ള വിഷമം കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ആരും അതിൽ പ്രയാസപ്പെടരുത്. അള്ളാഹുവിനറിയാമല്ലോ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ. അള്ളാഹു അതൊക്കെ നമുക്ക് നിറവേറ്റി തരട്ടെ. നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തആല തീർത്തു തരട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വിദേശത്തൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെയും പരിഹരിച്ചു കൊടുക്കട്ടെ. അവിടെയുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, രോഗങ്ങൾക്ക് അടിമപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട്, നാട്ടിലേക്കൊന്നും വരാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. ഈ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ വീടാവാതെ ബുദ്ധിമുട്ടുന്നവർ, വിൽക്കാനുള്ള സ്ഥലം വിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ, വീട് വിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ, കടം കൊണ്ട് കുടുങ്ങി നിൽക്കുന്നവർ, ലോൺ എടുത്തിട്ട് അതുകൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്നവർ, വീട്ടിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നിരന്തരമായി വേട്ടയാടുന്നവർ, വിവാഹം കഴിഞ്ഞ് പക്ഷെ ഒരു സന്തോഷത്തിലല്ല, ആ പ്രയാസങ്ങൾ വല്ലാതെ വേട്ടയാടപ്പെടുന്നവർ, കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടായി പ്രയാസപ്പെടുന്നവർ, എല്ലാം അള്ളാഹു ഉണ്ടല്ലോ നമുക്കവനിലേക്ക് കൂട്ടമായി കരങ്ങൾ ഉയർത്താം. അള്ളാഹു നമുക്ക് സ്വീകരിച്ച് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി തരും.